ഹലോ ഗൈസ്, ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് IAM ഇൻലൈൻ പോളിസി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. അതേപോലെ തന്നെ ഇൻലൈൻ പോളിസി നമുക്ക് ഡയറക്റ്റ്ലി അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഒരു സിംഗിൾ യൂസർക്ക് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഒരു റോളിന് ഡയറക്റ്റ്ലി നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ നമ്മളൊരു പെർമിഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിലുള്ള ചില മെമ്പർക്ക് ചില പെർമിഷൻ അഡീഷണൽ അസൈൻ ചെയ്യണം. അങ്ങനെയുള്ള കേസുകൾക്കൊക്കെ നമുക്ക് ആ യൂസർക്ക് ഡയറക്റ്റ്ലി ഇൻലൈൻ പോളിസി നമുക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും. അതിനുവേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ AWSൻ്റെ കൺസോളാണ് നിൽക്കുന്നത്. റൂട്ട് യൂസറായിട്ടാണ് ലോഗിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ IAM സർവീസ് എടുത്തതിന് ശേഷം ഞാൻ 2 ഡെമോ ഗ്രൂപ്പും ഡെമോ റോളും ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും എവിടെയാണ് ഇൻലൈൻ പോളിസി എഴുതുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ വന്നു, ആ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തു. അപ്പോൾ നമുക്കവിടെ ആഡ് പെർമിഷനിൽ വന്നു കഴിഞ്ഞാൽ ആഡ് പെർമിഷനിൽ ക്രിയേറ്റ് ഇൻലൈൻ പോളിസി കൊടുക്കാം. അവിടെ നമുക്ക് ഇൻലൈൻ പോളിസി എഴുതി കൊടുക്കാം. അതെല്ലാം റോൾസിൽ വന്നു കഴിഞ്ഞാൽ ഡെമോ എന്ന് പറഞ്ഞ റോൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പെർമിഷനിൽ ആഡ് ഇൻലൈൻ പോളിസി കൊടുക്കാവുന്നതാണ്. യൂസർ ഞാൻ ക്രിയേറ്റ് ചെയ്തില്ല. യൂസർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അതിന് ഞാൻ ഗ്രൂപ്പാണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്രിയേറ്റ് ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ഇൻലൈൻ ഡെമോ എന്ന് പറഞ്ഞൊരു നെയിം കൊടുക്കുവാണ്. യൂസറെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ പെർമിഷൻ സെറ്റ് ചെയ്യാൻ പോകുന്നത് S3 റീഡ് ഓൺലി പെർമിഷനാണ്. അപ്പോൾ സെർച്ച് ടാബിൽ നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനവിടെ S3 എന്നും പറഞ്ഞ് ടൈപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് S3യുടെ സെക്ഷനിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ കാണിക്കും. അതിനകത്ത് ഞാൻ S3 റീഡ് ഓൺലി ആക്സസ് മാത്രം ചൂസ് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ഗ്രൂപ്പ് കൊടുത്തു. ഇപ്പോൾ എൻ്റെ ഗ്രൂപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ യൂസറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. യൂസറെ എനിക്ക് ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ പെർമിഷനിൽ വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ആഡ് ചെയ്ത പെർമിഷൻ അവിടെ വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇൻലൈൻ പോളിസി എഴുതാവുന്നതാണ്. ക്രിയേറ്റ് ഇൻലൈൻ പോളിസി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് എഴുതി കൊടുക്കാവുന്നതാണ്. ഞാനതിൻ്റെ യൂസർ ടാബിൽ വന്നതിന് ശേഷം 2 യൂസറെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് യൂസർ ശ്യാം എന്നും സെക്കൻഡ് യൂസർ ജോൺ എന്നുമാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ യൂസറിനെയും കൊടുക്കുക ഇവിടെ ശ്യാം. പിന്നെ ആഡ് അനദർ യൂസറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അടുത്തൊരു യൂസറെ കൊടുക്കുക. എന്നിട്ട് ആക്സസ് ടൈപ്പ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് കൊടുക്കാം. പ്രോഗ്രാമാറ്റിക് ആക്സസും രണ്ടും വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ കൺസോൾ ആക്സസ് മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. പാസ്വേഡ് കൊടുക്കുക. അപ്പോൾ ഈ പാസ്വേഡ് ആയിരിക്കും 2 യൂസർക്കും വരുന്നത്. അതുപോലെ പാസ്വേഡ് റീസെറ്റ് ടിക്ക് ഞാൻ എടുത്ത് മാറ്റുവാണ്. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഗ്രൂപ്പിലേക്ക് ഞാൻ അറ്റാച്ച് ചെയ്യുവാണ്. അപ്പോൾ ഞാനിവിടെ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഇൻലൈൻ ഡെമോ എന്ന് പറഞ്ഞ യൂസറിലേക്കാണ് ഞാൻ അറ്റാച്ച് ചെയ്യുന്നത്. ആ ഗ്രൂപ്പിൽ റീഡ് ഓൺലി S3 റീഡ് ഓൺലി ആക്സസ് മാത്രമേ ഉള്ളൂ. അതുപോലെ ഞാൻ ടാഗ് നെയിം കൊടുക്കുന്നുണ്ട്, ഡെമോ എന്നും പറഞ്ഞ് കൊടുത്തു. റിവ്യൂ ചെയ്തതിന് ശേഷം ക്രിയേറ്റ് യൂസർ കൊടുക്കുക. അപ്പോൾ നമ്മുടെ CVS ഫയൽ സീക്രട്ട് കീയും ആക്സസ് കീയും ഡൗൺലോഡ് ചെയ്യാൻ പറയും. അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ക്ലോസ് ചെയ്യുക. ഇപ്പോൾ 2 യൂസർ ക്രിയേറ്റ് ആയിട്ടുണ്ട്, ജോണും ശ്യാമും. ഈ 2 യൂസറും ഇൻലൈൻ ഡെമോ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ അംഗമാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കാം ആദ്യം തന്നെ. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, പെർമിഷനിൽ പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും അറ്റാച്ച്ഡ് ഫ്രം ഗ്രൂപ്പാണ് ആ പോളിസി അറ്റാച്ച് ചെയ്തിരിക്കുന്നത് 2 യൂസറിലും. അറ്റാച്ച്ഡ് ഫ്രം ഗ്രൂപ്പാണ്. S3 റീഡ് ഓൺലി ആക്സസ് മാത്രമേ ഇപ്പോൾ 2 യൂസർക്കും ഉള്ളൂ. ഇനി ഞാനൊരു പ്രൈവറ്റ് വിൻഡോ എടുത്തിട്ട് ജസ്റ്റ് ലോഗിൻ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഡാഷ്ബോർഡിൽ വന്നതിന് ശേഷം ആ URL കോപ്പി ചെയ്യുക. IAM യൂസറിനെ ലോഗിൻ ചെയ്യാനുള്ളത് ഞാനത് കോപ്പി ചെയ്തു. എന്നിട്ട് പ്രൈവറ്റ് വിൻഡോയിൽ പോയിട്ട് ഞാൻ പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ലോഗിൻ ചെയ്യുവാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ശ്യാം എന്ന് പറഞ്ഞ യൂസറിലാണ് ലോഗിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ യൂസർ നെയിം പാസ്വേഡ് അടിച്ചതിന് ശേഷം സൈൻ ഇൻ കൊടുത്തു. അപ്പോൾ എൻ്റെ ശ്യാം എന്ന് പറഞ്ഞ യൂസറിലാണ് ഞാനിപ്പോൾ ലോഗിൻ ചെയ്തിരിക്കുന്നത്. നമുക്കൊന്ന് S3 ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ സർവീസ് എടുത്തതിന് ശേഷം S3 എടുക്കുക. സ്റ്റോറേജിൽ പോയതിന് ശേഷം S3 ചൂസ് ചെയ്തു. അപ്പം S3 വന്നു. ഇപ്പോൾ എനിക്ക് എൻ്റെ റീഡ് ഓൺലി പെർമിഷനാണ് എനിക്കുള്ളത്. അതായത് S3 എല്ലാം എനിക്ക് റീഡ് ചെയ്യാനായിട്ട് പറ്റും. ബക്കറ്റ് എല്ലാം ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ എൻ്റെ ഒരു ബക്കറ്റൊന്നുമില്ല. അപ്പോൾ ഞാനൊരു ബക്കറ്റൊന്നും ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കുവാണ്. പെർമിഷൻ തന്നെ അടിക്കും. അപ്പം ആക്സസ് തന്നെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ജസ്റ്റ് റീഡ് ചെയ്യാനുള്ള പെർമിഷൻ മാത്രമേ ഉള്ളൂ. അതുപോലെ നമുക്ക് ജോണിലൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഇപ്പോൾ ഞാൻ ജോൺ എന്ന് പറഞ്ഞ യൂസറിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ജോണിലൊന്ന് ജസ്റ്റ് ഒന്ന് S3 എടുത്ത് നോക്കുവാണ്. സർവീസ് എടുക്കാം, അല്ലെങ്കിൽ സർവീസിൽ പോയിട്ട് സ്റ്റോറേജ് S3 എടുക്കാം, അല്ലെങ്കിൽ സെർച്ച് ടാബിൽ പോയിട്ട് ടൈപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ S3 ബക്കറ്റിൽ വന്നു. ജോൺ എന്ന് പറഞ്ഞ യൂസറിൻ്റെ S3 ബക്കറ്റിൽ വന്നു. അവിടെ എനിക്ക് റീഡ് പെർമിഷൻ ഉണ്ട്. ഞാനൊരു ബക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കുവാണ്. അവിടെ ആക്സസ് ഡിനെയാണ് എനിക്ക് ഉള്ളത്. അപ്പോൾ എനിക്ക് റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ 2 യൂസർക്കും.
വേറെ ക്രിയേറ്റോ ഡിലീറ്റോ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമുക്കിനി റൂട്ട് യൂസറിൽ പോയിട്ട് ഒരു ബക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് അത് എങ്ങനെയാണ് റീഡ് ചെയ്യാൻ പറ്റുന്നുള്ളതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ റൂട്ട് യൂസറിൽ വന്നു. അതിനുശേഷം ഞാൻ S3 ബക്കറ്റ് എടുത്തതിന് ശേഷം ഒരു ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു നെയിം കൊടുക്കുക, അല്ലെങ്കിൽ ഇൻലൈൻ ഡെമോ എന്ന് തന്നെ കൊടുക്കാം. 1 2 3 4 എന്തെങ്കിലും ഒരു നെയിം കൊടുക്കുക. യൂണിക് നെയിം ആയിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ക്രിയേറ്റ് ബക്കറ്റ് കൊടുത്തു. ഇനി നമുക്ക് ജോൺ എന്ന് പറഞ്ഞ യൂസറിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ബക്കറ്റ് അവിടെ ഷോ ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ആ ബക്കറ്റ് ഞാൻ റിഫ്രഷ് ചെയ്തപ്പോൾ ബക്കറ്റ് അവിടെ വന്നിട്ടുണ്ട്. റൂട്ട് യൂസറിൽ നിന്നുകൊണ്ടാണ് ഞാൻ ബക്കറ്റ് ക്രിയേറ്റ് ചെയ്തത്. അതവിടെ കാണിക്കുന്നുണ്ട്. എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റില്ല, പെർമിഷൻ ഇല്ല, റീഡ് പെർമിഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഇൻലൈൻ പോളിസി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ശ്യാം എന്ന് പറഞ്ഞൊരു യൂസറിനാണ് ഇൻലൈൻ പെർമിഷൻ കൊടുക്കാനായിട്ട് പോകുന്നത്. ശ്യാം എന്ന് പറഞ്ഞ യൂസറിനെ ഈസി ടു ഡിസ്ക്രൈബ് ചെയ്യാനും അതുപോലെ S3 റൈറ്റ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ റൂട്ട് അക്കൗണ്ടിൽ വന്നതിന് ശേഷം IAM സെക്ഷനിൽ വന്നു. യൂസർ എടുത്തിട്ട് ശ്യാം എന്ന് പറഞ്ഞ യൂസർ ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് അതിൻ്റെ പെർമിഷനിൽ വന്നതിന് ശേഷം ആഡ് ഇൻലൈൻ പോളിസി കൊടുക്കുക. അപ്പോൾ ഇവിടെ എനിക്ക് വിഷ്വൽ എഡിറ്ററോ അല്ലെങ്കിൽ നിങ്ങളുടെ JSON ഫോർമാറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ വിഷ്വൽ എഡിറ്റർ വെച്ചിട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സർവീസ് ആദ്യം തന്നെ ചൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ S3 എന്ന് ടൈപ്പ് ചെയ്യുക. ഏത് സർവീസാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ S3 ആണ്. അപ്പോൾ S3 ചൂസ് ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട പെർമിഷൻസ് ഇവിടെ പറഞ്ഞു കൊടുക്കുക. ഓൾറെഡി റീഡ് പെർമിഷൻ ഉണ്ട്. അപ്പോൾ ലിസ്റ്റ് കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. എനിക്ക് റൈറ്റ് ആണ് വേണ്ടത്. അപ്പോൾ തന്നെ ഇവിടെ റൈറ്റിന് വേണ്ടിയിട്ട് ഞാൻ പുട്ട് ഒബ്ജക്റ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ക്രിയേറ്റ് ബക്കറ്റ്, ഡിലീറ്റ് ബക്കറ്റ് കൊടുക്കുന്നുണ്ട്. ഡിലീറ്റ് ഒബ്ജക്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ എനിക്ക് ഒരു പെർമിഷൻ കൂടി വേണം. നമ്മൾ ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ബൈ ഡിഫോൾട്ട് പോകുന്നത് പബ്ലിക് ആയിരിക്കും. അപ്പോൾ ഞാൻ അതും കൂടി ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പെർമിഷൻ S3 കൊടുത്തിട്ടുണ്ട്. ശ്യാം എന്ന് പറഞ്ഞ യൂസറിന് റിസോഴ്സ് ഓൾ കൊടുക്കുക. നിങ്ങൾക്ക് സ്പെസിഫിക് റിസോഴ്സ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ ഓൾ സെലക്ട് ചെയ്തു. അഡീഷണൽ കണ്ടീഷൻ വല്ലതും ഉണ്ടെങ്കിൽ അതും കൊടുക്കാം. ഞാൻ ക്രിയേറ്റ് കൊടുക്കണം. അപ്പോൾ ഒരു നെയിം കൊടുക്കുക. റിവ്യൂ ചെയ്തതിന് ശേഷം ഒരു നെയിം കൊടുക്കുക. അപ്പോൾ ഞാൻ S3 ഇൻലൈൻ പോളിസി എന്നും പറഞ്ഞ് കൊടുക്കുകയാണ്. എന്നിട്ട് ക്രിയേറ്റ് പോളിസി കൊടുക്കുക. ഇപ്പോൾ എൻ്റെ ഇൻലൈൻ പോളിസി ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതായത് ശ്യാം എന്ന് പറഞ്ഞ യൂസറിൽ ഗ്രൂപ്പിൽ നിന്ന് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു പെർമിഷനും ഉണ്ട്. അതേപോലെ ഇൻലൈൻ പോളിസിയും ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതേപോലെ ഞാനൊരു EC2 ഇൻസ്റ്റൻസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് റൂട്ട് യൂസർ വെച്ചിട്ട്. നമുക്ക് അതിനും കൂടി ഒന്ന് പെർമിഷൻ കൊടുത്തു നോക്കാം. അപ്പം നേരെ S3 ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഇൻലൈൻ എടുത്തതിന് ശേഷം എഡിറ്റ് കൊടുക്കുക. എഡിറ്റ് കൊടുത്തതിന് ശേഷം വിഷ്വൽ എഡിറ്ററോ അല്ലെങ്കിൽ JSON ഫോർമാറ്റോ യൂസ് ചെയ്യാം. ഞാൻ അപ്പോൾ അതിനുവേണ്ടി ആഡ് അഡീഷണൽ പെർമിഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം EC2 സർവീസ് ചൂസ് ചെയ്യുക. ഞാൻ EC2 സർവീസ് ടൈപ്പ് ചെയ്ത് ചൂസ് ചെയ്തു. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് അലോ പെർമിഷനോ അല്ലെങ്കിൽ ഡിനേ പെർമിഷനോ ഇവിടെ സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സർവീസ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ഓപ്ഷൻ റൈറ്റ് സൈഡ് ഓപ്ഷൻ ഉണ്ട്, സ്വിച്ച് ടു ഡിനേ പെർമിഷൻ അല്ലെങ്കിൽ അലോ പെർമിഷൻ നമുക്ക് ചൂസ് ചെയ്യാം. അത് നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ EC2 സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള പെർമിഷൻസ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യണമല്ലോ EC2. അപ്പോൾ ഞാൻ ജസ്റ്റ് ലിസ്റ്റിൽ ഡിസ്ക്രൈബ് സെലക്ട് ചെയ്തു, ഗെറ്റും സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാനത് മോഡിഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ ഞാൻ ജസ്റ്റ് സെർച്ച് ടാബിൽ പോയി നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം. സ്റ്റാർട്ട് ഇൻസ്റ്റൻസ് അതേപോലെ അത് വന്നിട്ടുണ്ട്. ഞാൻ അടുത്തത് എനിക്ക് റീബൂട്ടും സ്റ്റോപ്പും വേണം. ഞാൻ സ്റ്റോപ്പ് കൊടുത്തു, സ്റ്റോപ്പും കൊടുത്തു. അതുപോലെ അടുത്ത് എനിക്ക് റീബൂട്ടാണ് വേണ്ടത്. അപ്പോൾ ഈ ശ്യാം എന്ന് പറഞ്ഞ യൂസർക്ക് ഈ EC2 മാത്രം റീബൂട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഓൾ റിസോഴ്സ് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പെസിഫിക് റിസോഴ്സ് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ JSONൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് കാണാം ഞാൻ കൊടുത്ത ഓപ്ഷൻസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡിസ്ക്രൈബിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്യുന്നുണ്ട്. ഡിസ്ക്രൈബ് കഴിഞ്ഞിട്ട് EC2 ഡിസ്ക്രൈബ് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റാർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഗെറ്റിൻ്റെ ഞാൻ സ്റ്റാർ ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്റ്റാർ ഇട്ട് കൊടുത്തത് ഗെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളതും ഡിസ്ക്രൈബ് റിലേറ്റഡ് ആയിട്ടുള്ളതും ഫുൾ ഓപ്ഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ സ്റ്റാർ ഇട്ട് കൊടുത്തത്. വൈൽഡ് കാർഡ് ഇട്ട് കൊടുത്തത് അതിന് വേണ്ടിയാണ്. അപ്പോൾ നമുക്കിനി റിവ്യൂ പോളിസി കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഓൾറെഡി എഡിറ്റ് ചെയ്തുകൊണ്ട് നെയിം കൊടുക്കണ്ട. EC2 S3 ആക്സസും ശ്യാം എന്ന് പറഞ്ഞ യൂസറിന് വന്നു. സേവ് കൊടുക്കുക. അപ്പോൾ നമുക്ക് റിവ്യൂ ചെയ്താൽ കാണാനായിട്ട് പറ്റും. ഞാൻ കൊടുത്ത പെർമിഷൻ എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ശ്യാം എന്ന് പറഞ്ഞ യൂസറിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ ശ്യാം എന്ന് പറഞ്ഞ യൂസറിലാണ് ലോഗിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ S3 EC2 കൺസോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഓൾറെഡി റൂട്ട് യൂസറിൽ ക്രിയേറ്റ് ചെയ്ത ബക്കറ്റ് ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇനി ഞാൻ ക്രിയേറ്റ് ബക്കറ്റ് കൊടുക്കുവാണ്. എന്തെങ്കിലും ഒരു നെയിം കൊടുക്കുക, ക്രിയേറ്റ് കൊടുക്കുക.
ഇപ്പോൾ എനിക്ക് ബക്കറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ശ്യാം എന്ന് പറഞ്ഞ യൂസർ വെച്ചിട്ട് എനിക്ക് ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും, ഡിലീറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ അപ്ലോഡും ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു ഫയൽ അപ്ലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ആ ബക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം അപ്ലോഡ് ടാബിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഞാനൊരു ഫയൽ ഡ്രാഗ് ചെയ്തിടുവാണ്. ഇപ്പോൾ എൻ്റെ ഫയൽ അപ്ലോഡിങ് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ പുതിയ ബക്കറ്റിലേക്ക് എനിക്ക് ഫയലും അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഞാൻ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആ ബക്കറ്റ് ഇപ്പോൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ ഫയൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ആ ബക്കറ്റ് എംപ്റ്റി ചെയ്യണം. എംപ്റ്റി ചെയ്തതിന് ശേഷമേ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനത് എംപ്റ്റി ചെയ്തിട്ട് ഞാനിപ്പോൾ ഡിലീറ്റ് കൊടുക്കുകയാണ്. ബക്കറ്റ് ചൂസ് ചെയ്തതിന് ശേഷം ബക്കറ്റ് നെയിം കൊടുക്കുക, ഡിലീറ്റ് ബക്കറ്റ് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ ബക്കറ്റ് ഡിലീറ്റും ആയിട്ടുണ്ട്. അപ്പോൾ ശ്യാം യൂസർ വെച്ചിട്ട് എനിക്ക് ഡിലീറ്റ്, ക്രിയേറ്റ്, അപ്ലോഡ് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമുക്ക് EC2 ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ EC2ൻ്റെ കൺസോളിന് വന്നതിന് ശേഷം ഞാൻ EC2 ഒന്ന് ജസ്റ്റ് ഇപ്പോൾ റണ്ണിങ് ആണ്, നമുക്കൊന്ന് റീസ്റ്റാർട്ട് റീബൂട്ട് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ EC2 സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഫസ്റ്റ് റീബൂട്ട് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റൻസ് ഇപ്പോൾ റീബൂട്ട് ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ അതുപോലെ ഇൻസ്റ്റൻസ് ചൂസ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റൻസ് സ്റ്റേറ്റിൽ വന്നിട്ട് സ്റ്റോപ്പ് ഇൻസ്റ്റൻസ് കൊടുക്കുക. ഞാൻ സ്റ്റോപ്പ് കൊടുത്തു. ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റൻസ് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഇൻലൈൻ പോളിസി ഇപ്പോൾ വർക്കിംഗ് ആണ് ശ്യാം എന്ന് പറഞ്ഞ യൂസറിൽ. അപ്പോൾ ഇതാണ് ഒരു എക്സാമ്പിൾ. നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് പോളിസി ക്രിയേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കൊന്ന് ജോൺ എന്ന് പറഞ്ഞ യൂസറിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനപ്പോൾ ശ്യാം എന്ന് പറഞ്ഞ യൂസറിൽ സൈൻ ഔട്ട് ചെയ്തിട്ട് ജോൺ എന്ന് പറഞ്ഞ യൂസറിൽ ലോഗിൻ ചെയ്തു. അപ്പോൾ ഞാൻ 2 ടാബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, S3 ബക്കറ്റും അതുപോലെ EC2 ടാബും. ഫസ്റ്റ് തന്നെ S3 ബക്കറ്റിൽ ഒരു ബക്കറ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. പെർമിഷൻ എന്തായാലും അവിടെ ഉണ്ടാവില്ല, നമ്മൾ നേരത്തെ ചെക്ക് ചെയ്തതാണ്. ഇപ്പോൾ S3 എനിക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആ പെർമിഷൻ ആ യൂസർക്ക് മാത്രമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, അതായത് ശ്യാം എന്ന് പറഞ്ഞ യൂസർക്ക് മാത്രമാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇൻലൈൻ പോളിസി. അതുകൊണ്ട് അത് ജോണിന് എഫക്റ്റ് ആവില്ല. അതുപോലെ EC2 വന്നാലും നമുക്ക് EC2 ഒന്ന് എടുത്ത് നോക്കാം, എനിക്ക് അവിടെയും എററായിരിക്കും. അപ്പോൾ ഇപ്പോൾ ജോൺ എന്ന് പറഞ്ഞ യൂസറിൽ EC2 നോക്കിക്കഴിഞ്ഞാൽ അവിടെയും എററാണ്, API എററാണ്, ഡിസ്ക്രൈബ് ചെയ്യാനുള്ള പെർമിഷൻ അവിടെ ഇല്ല. യു ആർ നോട്ട് ഓതറൈസ്ഡ് ടു പെർഫോം ദിസ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എറർ വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി എൻ്റെ ഒരു EC2 അവിടെ റണ്ണിങ് ആണ്, പക്ഷേ ഇവിടെ ഈ ജോൺ എന്ന് പറഞ്ഞ യൂസറിൽ അത് കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ പുതിയ വീഡിയോ കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക.